ഹലോ ഗൈസ്, അപ്പോൾ എമ്പുരാൻ്റെ കുറേ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നെഗറ്റീവ് റിവ്യൂസും കണ്ടു, പോസിറ്റീവ് റിവ്യൂസും കണ്ടു. കൂടുതലും പോസിറ്റീവ് റിവ്യൂസാണ്, പക്ഷേ കുറേ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഹൈപ്പിനനുസരിച്ച് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എമ്പുരാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂവി. അടിപൊളി മൂവിയായിരുന്നു. ഞാൻ ഹൈപ്പ് ഇമാജിൻ ചെയ്തനുസരിച്ച് അടിപൊളി മൂവിയായിരുന്നു. മാത്രമല്ല ഹൈപ്പിൽ കൂടുതലായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവരുടെ അത്ര ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ മലയാള സിനിമയിൽ ഇതുപോലൊരു സിനിമ കണ്ടിട്ടേ ഇല്ല. ഇനി ഇങ്ങനൊരു മലയാള സിനിമ ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. പക്ഷെ അടിപൊളി സിനിമയായിരുന്നു. കൂടുതൽ കൊറിയക്കാരും അതുപോലെ നമ്മുടെ ആഫ്രിക്കക്കാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര ഒരു ബോളിവുഡ് ടച്ചായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നവർക്കും അതുപോലെ എൻ്റെ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഫുൾ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ രോമാഞ്ചം വന്നു. അതുപോലത്തെ ഒരു ഫീലായിരുന്നു. അടിപൊളി മൂവിയായിരുന്നു. അപ്പം കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. അമീർ ഖാനെ, സൂര്യനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവർ പറയുന്നതായിരിക്കും ചിലപ്പം. മറ്റേ കൊറിയൻ ചേട്ടനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്ത ായിരിക്കും. പക്ഷെ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി മൂവിയായിരുന്നു. എമ്പുരാൻ 2 ഇത്രയും ഇതാണെങ്കിൽ 3 ശരിക്കും ചൈനക്കാരും കൊറിയൻകാരും ഭയങ്കര അടിപൊളിയായിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എമ്പുരാൻ മസ്റ്റായിട്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട മൂവിയാണ് കേട്ടോ. തിയേറ്ററിൽ കണ്ടാലാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിനെ, സ്ക്രിപ്റ്റ് റൈറ്ററിനെയൊക്കെ സമ്മതിക്കാതെ വയ്യ കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ കുറേ വിവാദങ്ങളും കാര്യങ്ങളും അത് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു. ഭയങ്കര ഇതായിരുന്നു. ഒരു സീൻ പോലും അതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റാത്ത സീനുകൾ കേട്ടോ. അടിപൊളി സാധനങ്ങൾ. ഫസ്റ്റ് സീനൊന്നും ഒരിക്കലും നമുക്ക് കട്ട് ചെയ്ത് കളയാനേ പറ്റില്ല. അപ്പോൾ സിനിമയുടെ കണ്ടിന്യൂറ്റി തന്നെ നഷ്ടപ്പെട്ടു. അതുപോലെ കട്ട് ചെയ്ത് കളയും അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ കട്ട് ചെയ്യാത്ത ഭാഗം കണ്ടപ്പോൾ സീനൊന്നും ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ആ സീൻ കട്ട് ചെയ്താൽ എന്താകും അങ്ങനെ വരെ തോന്നിപ്പോയി. അത്രയൊക്കെ അടിപൊളി മൂവിയായിരുന്നു. സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. കാരണം മോഹൻലാലിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കൂടുതലും പുറത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അടിപൊളി സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മഞ്ജു വാര്യരാണെങ്കിലും അതുപോലെ നമ്മുടെ സ്ത്രീത്വവും എല്ലാം നല്ലപോലെ ഹൈപ്പിലെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അടിപൊളി സിനിമയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ കൂടെ വന്നവർക്കും അതുപോലെ തിയേറ്ററിലുണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മോഹൻലാലിനൊക്കെ ഡബിൾ എൻട്രിയാണ്, 2 എൻട്രിയൊക്കെ ഉണ്ടായിട്ട് അടിപൊളിയായിരുന്നു. അതിൻ്റേതായിട്ടുള്ള മാസും കാര്യങ്ങളും BGM ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ സിനിമ അതൊരു വിനോദ മേഖലയാണ്. സത്യം പറഞ്ഞാൽ അത് വിനോദത്തിലെടുക്കാതെ ജസ്റ്റ് ആ സിനിമ എന്നുള്ള രീതിയിൽ എടുത്തിരുന്നെങ്കിൽ അത് ഒരിക്കലും കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ആരും പറയില്ലായിരുന്നു തോന്നി. പിന്നെ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിനിമയുടെ പവർ നഷ്ടപ്പെടും. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അത് നെഗറ്റീവ് റിവ്യൂസ് കുറേ കണ്ടതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. കാരണം കണ്ടവർക്ക് അവരുടെ അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലാന്ന് തോന്നി. എനിക്ക് എൻ്റെ അഭിപ്രായം പറയുന്നതിൽ എനിക്ക് തെറ്റില്ലാന്ന് തോന്നി കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായമാണ്. നമ്മൾ അവരുടെ എല്ലാവരുടെ അഭിപ്രായത്തിനും മാനിക്കണം. അപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെട്ടവരുണ്ടാവും. പക്ഷെ വെറുതെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നതായിരിക്കും അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റത്തുള്ളൂ. കാരണം വേറെ തിയേറ്ററിലോ അങ്ങനെ വീട്ടിലോ TV-യിലോ അങ്ങനെയൊന്നും കാണുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഒരു ഹൈപ്പ് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പം ടിക്കറ്റ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്ര നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ തിയേറ്ററൊക്കെ നല്ല ഫുള്ളായിരുന്നു. അപ്പം എല്ലാവരും സിനിമ കാണാം കേട്ടോ. അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ റിവ്യൂ ഇതാണ്. അപ്പോൾ ഓക്കെ, ബൈ.